നിലാവ് കുറവുള്ള ഒരു രാത്രി തനിച്ചു പാടവരമ്പിലൂടെ നടന്നു പോകുന്ന ഒരാൾ. ആ സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവുള്ള ആളായിരുന്നില്ല അദ്ദേഹം. എന്നാൽ എല്ലാവർക്കും ഒന്നറിയാമായിരുന്നു, ഒടിയന്മാരുടെ സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമായിരുന്നു എന്ന്. തൻ്റെ കൂട്ടുകാരോട് വെല്ലുവിളിച്ചത് അബദ്ധമായി എന്നും തനിക്ക് പറ്റിയത് വലിയ അമളിയാണെന്നും അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അയാൾ തൻ്റെ കയ്യിലുള്ള തീപ്പന്തം പിടിച്ച് പാടവരമ്പിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ഇനി കുറച്ചു ദൂരം കൂടിയുണ്ട് താൻ പോകേണ്ട സ്ഥലത്തേക്ക് എന്ന് ചിന്തിച്ചപ്പോൾ നടത്തത്തിന്റെ വേഗം കൂട്ടി. പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം നാട്ടിൽ പറഞ്ഞു കേട്ട ആ സംഭവത്തെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നത്. കുറച്ചു ദിവസം മുന്നേ ഒരു രാത്രി സമയത്ത് ഒരാൾ ഒരു വയൽ വരമ്പിലൂടെ നടന്നു പോവുകയായിരുന്നു. അയാൾ ആ വരമ്പിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയപ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കിയതും തൻ്റെ തൊട്ടുമുന്നിൽ ഒരു കാള നിൽക്കുന്നു. ഇത് കണ്ട് അയാൾ പേടിച്ച് ആ പാടവരമ്പിൽ ബോധം കെട്ടു വീണു. പെട്ടെന്നൊരു മൂങ്ങ ശബ്ദമുണ്ടാക്കി പറന്നുപോയി. ആ ശബ്ദം കേട്ട് അദ്ദേഹം തൻ്റെ ആലോചനയിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ ഈ സംഭവം നടന്ന ആ പാടവരമ്പിൽ എത്തിയിരിക്കുന്നു. അത് അയാളുടെ മനസ്സിൽ ഭയത്തിൻ്റെ ആഴം കൂട്ടി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പാടവരമ്പിലൂടെ നടക്കാൻ തുടങ്ങി. പ്രതീക്ഷിക്കാതെയാണ് ഒരു കാറ്റ് വീശിയത്. ആ കാറ്റ് തീപന്തത്തെ ഒന്ന് ഉലച്ചു. പക്ഷേ തീ അണഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ആ കാറ്റ് അദ്ദേഹത്തിൻ്റെ ഭയം ഒന്നുകൂടെ കൂട്ടാൻ കാരണമായി. മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഓടി വരുന്നതായുള്ള ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടതോടെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരെ ശക്തമായി ഇടിക്കാൻ തുടങ്ങി. അയാൾ ചുറ്റും നോക്കി, എന്നാൽ ഒന്നും കണ്ടില്ല. അദ്ദേഹം മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ ചോരക്കണ്ണുള്ള ഒരു ഭീമാകാരമായ ഒരു കാള തൻ്റെ മുന്നിൽ നിൽക്കുന്നു. കാള മുരണ്ടുകൊണ്ട് തൻ്റെ നേരെ ഓടി വരുന്നത് കണ്ട് അദ്ദേഹം പേടിച്ചു ബോധം കെട്ടു വീണു. സ്ഥിരമായി ഒടിയന്റെ പ്രശ്നങ്ങൾ നടക്കുന്ന ആ പാടവരമ്പ് പിന്നീട് നാട്ടുകാരുടെ ഇടയിൽ ഒടിവരമ്പ് എന്നറിയപ്പെടാൻ തുടങ്ങി.